കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രാവിലെ എണീറ്റ് വരുന്ന നികേഷ് നിധിയോട് ചോദിക്കുകയാണ്, എവിടെ സുഭാഷ് ഏട്ടൻ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അടുക്കളയിൽ നിന്നും സുഭാഷ് വരും. ഞാനിതാ ഇവിടെയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷ് നിധിയോട് പറയും, ഇന്നലെ രാത്രി ഇവരാരും ഉറങ്ങിയിട്ടില്ല എന്ന് പറയണേ, എല്ലാവരും എനിക്ക് കാവലിരിക്കുകയായിരുന്നു. അപ്പോൾ നികേഷ് പറയും, എങ്ങനെ ഉറങ്ങാനാ, സുഭാഷ് ഏട്ടൻ ഇവിടെ നിന്ന് എങ്ങാനും ഇറങ്ങിപ്പോകോ എന്നുള്ള ഭയമാണ് ഞങ്ങൾക്ക് എന്ന് പറയണേ. അപ്പോൾ സുഭാഷ് പറയും, ഇനി ഞാൻ ഇറങ്ങിപ്പോകില്ലടാ എന്ന് പറയാണ്. ഹരീഷും സുധീഷും കൂടെ പുറത്ത് പോയി വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ട് വരികയാണ്. എന്നിട്ട് സുഭാഷിനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതാ ഇതിലുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, ഇതൊക്കെ എന്തിനാടാ ഇപ്പം നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുകയാണ്, ഇനി സാധനങ്ങൾ വാങ്ങാനെങ്ങാനും പോയിക്കാണ്ട് ഇനി സുഭാഷ് ഏട്ടൻ ഇവിടെ നിന്നും പോയാലോ. ഹരീഷ് പറയും, സുഭാഷ് ഏട്ടനെ കാണാതായിരുന്ന സമയത്ത് ഒരാൾ ടെൻഷൻ അടിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, എനിക്ക് അറിയാം, എന്നെ തിരഞ്ഞ് കുറേ അച്ഛന് നടന്നിട്ടുണ്ട് എന്ന് പറയണം. ഹരീഷ് പറയും, അയാളൊന്നും അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയും, നിങ്ങൾ എത്ര ചിന്തിച്ചിട്ടും ആ ആളെ പിടുത്തം കിട്ടാൻ പോകുന്നില്ല. സുഭാഷ് ചോദിക്കും, പിന്നെ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയും, വല്യച്ഛനും അമ്മായിയും വന്നിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നിധി പറയും, അവർ പറഞ്ഞത് ശരിയാണ്, ഇങ്ങോട്ട് അവർ രണ്ടുപേരും വന്നിരുന്നു. എന്താ സുഭാഷ് ഏട്ടനെ പറ്റിയത്, എന്താ സംഭവിച്ചത് എന്നൊക്കെ അവർ ചോദിച്ചു. സുഭാഷ് ചോദിക്കും, സത്യമാണോ ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയും, സത്യമായിട്ടോ. അപ്പോൾ സുധീഷ് പറയും, ഈ വീട്ടിലെ ഏറ്റവും നല്ല ആൾ സുഭാഷ് ഏട്ടനാണ് എന്നും അവർ പറഞ്ഞു. സുഭാഷ് പറയും, ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ആരെങ്കിലും വന്ന് അന്വേഷിക്കണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ സുധീഷ് ഇങ്ങനെ സുഭാഷിനെ നോക്കുക. അപ്പോൾ സുഭാഷ് പറയും, അതല്ലടാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ബന്ധുക്കൾ വന്ന് അത് അന്വേഷിക്കില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറയണം. അപ്പം നിധി പറയും, ഇനി ഒരിക്കലും സുഭാഷ് ഏട്ടന് ഇങ്ങനെയുള്ള ഒരു തീരുമാനവും എടുക്കരുത്, ഞങ്ങളൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചു. സുഭാഷ് പറയും, ഇനി ഞാൻ എങ്ങോട്ടേക്കും പോകില്ല എന്ന് പറയണേ, നിങ്ങളൊക്കെ ഞാൻ കാരണം ഒരുപാട് കഷ്ടപ്പെടും എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊന്നും കഷ്ടം വരരുത് എന്ന് ഞാൻ കരുതി. ഞാൻ കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. മത്സ്യം പറയുന്നത് കേട്ട് എനിക്ക് ആകപ്പാടെ ഭയം വന്നു. എനിക്കിപ്പോഴും അത് ചിന്തിക്കുമ്പോൾ പേടിയാണ് എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയും, എല്ലാത്തിനും ഞാനൊരു പരിഹാരം കാണാം. സുധീഷ് പറയും, ഞാനൊരു 4 ജ്യോത്സ്യനെ കൊണ്ടുവരും. എന്നിട്ട് 4 പേരും ഒരേ കാര്യമാണ് പറയുന്നതെങ്കിൽ സുഭാഷ് ഏട്ടന് ഈ വീട് വിട്ട് പോയിക്കോളും. സുധീഷും പറയും, അങ്ങനെയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ പോയിക്കോ എന്ന് പറയണം. അതല്ല, അവർ 4 പേരും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറയുന്നതെങ്കിൽ സുഭാഷ് ഏട്ടന് ഈ വീട്ടിൽ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും. അങ്ങനെ ഹരീഷും സുധീഷും കൂടെ 4 ജ്യോത്സ്യരെ കൊണ്ടുവരും. അങ്ങനെ ജ്യോത്സ്യരെ കൊണ്ടുവന്നതിന് ശേഷം സുഭാഷിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സുഭാഷിനോട് പറയും, ഇതാ 4 ജ്യോത്സ്യരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി ഇവരെല്ലാവരും സുഭാഷ് ഏട്ടൻ്റെ ജാതകത്തെക്കുറിച്ച് പറയും എന്ന് പറയണം. അപ്പോൾ അതിലുള്ള ഒരു ജ്യോത്സ്യർ പറയും, എന്താ പറയുന്നത്, 4 പേരും ചോദിക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് 4 പേരും ഞങ്ങളുടെ ജാതകം നോക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയണ സുധീഷ്. ആ സമയത്ത് സുധീഷ് നികേഷിനോട് പറയും, നികേഷ്, നീ ഇവരെ പുറത്ത് കൊണ്ടുപോയി ഇവർക്ക് ജ്യൂസൊക്കെ കൊടുക്ക്, ഓരോരുത്തരായിട്ട് വന്ന് നോക്കട്ടെ എന്ന് പറയണം. ഇങ്ങനെ ഒരാൾ സുഭാഷിൻ്റെ ജാതകം നോക്കുകയാണ്. ആ സമയത്ത് ജ്യോത്സ്യർ പറയും, ഈ ജാതകക്കാരന് നല്ല കോടീശ്വരനാകും എന്ന് പറയണം. ഇത് കേൾക്കുന്ന എല്ലാവരും ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പോൾ ഹരീഷ് ചോദിക്കും, ഈ ജാതകക്കാരന് കല്യാണമായോ ചോദിക്കുകയാണ്. അപ്പോൾ ജ്യോത്സ്യം പറയും, അത് ഇയാളുടെ കല്യാണം കഴിഞ്ഞു, ഇയാൾക്കൊരു പെൺകുഞ്ഞ് പിറന്നു. അപ്പോൾ സുധീഷ് പറയും, ഏട്ടന് കല്യാണമായില്ലെന്ന് പറയണേ. അപ്പോൾ ജ്യോത്സ്യർ പറയും, ഏട്ടനെ വേറെ എവിടെയും കൊണ്ടുപോയിക്കാണ്ട് ചോദിച്ചു നോക്ക്, കല്യാണമായി ഒരു കുഞ്ഞുണ്ടോ എന്ന്. ഇത് കേട്ട സുഭാഷ് ആകെ നെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ജ്യോത്സ്യനോട് പറയും, എനിക്ക് കല്യാണമൊന്നും ആയിട്ടില്ല. ജ്യോത്സ്യം പറയും, ഈ വീട്ടിലോട്ട് മഹാലക്ഷ്മി വരാൻ പോകുന്നു എന്ന് പറയണേ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ചിരി വരുന്നുണ്ട്. ഇത്രയും നല്ല ജാതകം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. ഈ ജാതകക്കാരനെ ഇരിക്കുന്നിടത്ത് എല്ലായിടത്തും സന്തോഷം നിറയും. പിന്നീട് അടുത്ത ജ്യോത്സ്യം വരും. അങ്ങനെ ജ്യോത്സ്യം ജാതകം നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ജ്യോത്സ്യം ഒന്നും മിണ്ടില്ല. അപ്പോൾ സുധീഷ് പറയും, എന്താ ഇയാളൊന്നും പറയാത്തത് എന്ന് ഹരീഷിനോട് പറയുകയാണ്. അപ്പോൾ ജ്യോത്സ്യം പറയും, ഈ ജാതകക്കാരൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ സുഭാഷ് പറയും, അതെ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ അമ്മ മരിച്ചു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സങ്കടം വരുന്നുണ്ട്. ജ്യോത്സ്യം പറയും, നിങ്ങൾക്ക് നല്ലൊരു അമ്മയും
വരാൻ പോകുന്നു. നിങ്ങളെല്ലാവരെയും നല്ലതുപോലെ നോക്കുന്നു. അപ്പോൾ സുധീഷ് ചോദിക്കും, എന്നാണ് ഈ ജാതകക്കാരൻ്റെ കല്യാണം നടക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജ്യോത്സ്യൻ പറയും, കല്യാണം 1 വർഷത്തിനുള്ളിൽ നടക്കും. ആ വർഷത്തിനുള്ളിൽ തന്നെ ഒരു ആൺകുഞ്ഞ് പിറക്കും, പിന്നീട് 2 പെൺകുഞ്ഞുങ്ങളും. അപ്പോൾ സുധീഷ് ചോദിക്കും, 2 ഇരട്ടക്കുട്ടികളാണോ ചോദിക്കുകയാണ്. അപ്പോൾ ജ്യോത്സ്യൻ പറയും അതെ എന്ന്. ഇത് കേൾക്കുന്ന സുഭാഷിന് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കും, സുഭാഷേട്ടാ സന്തോഷമായില്ലേ? ഇവർക്ക് 4-5 പേര് പണം കൊണ്ടുവന്ന് കൊടുക്കും, അതുപോലെ ഇവർ വലിയ വീട് വെക്കും, ഒരു 4-5 വലിയ വീട് തന്നെ വെക്കും എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയും, ഇപ്പം തന്നെ 4 വീട് വെച്ചു. പിന്നീട് നിധി ചോദിക്കും, എന്തെങ്കിലും ദോഷമുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ ജ്യോത്സ്യൻ പറയും, ഒരു ദോഷവുമില്ല. അപ്പോൾ ജ്യോത്സ്യൻ ചോദിച്ചു, മുന്നേ വന്ന ആരെങ്കിലും പറഞ്ഞു ഇതിൽ ദോഷമുണ്ടെന്ന്? അപ്പോൾ സുധീഷ് പറയും, അതെ പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ ജ്യോത്സ്യൻ പറയും, അതെല്ലാം വെറും കള്ളമാണ്, ജാതകത്തിന് ഒരു ദോഷവുമില്ല, ഈ ജാതകം നല്ലതായിരിക്കും എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സുഭാഷിന് സന്തോഷമാകുന്നുണ്ട്. പിന്നീട് അടുത്ത ജ്യോത്സ്യൻ വരും. അങ്ങനെ ജ്യോത്സ്യൻ വന്നതിന് ശേഷം നിധി ചോദിക്കും, ഈ ജാതകക്കാരന് എന്തെങ്കിലും ദോഷമുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ ജ്യോത്സ്യൻ പറയും ഉണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സുഭാഷ് ചോദിക്കും, എന്താണ് ദോഷം എന്ന് ചോദിക്കുകയാണ്. സുഭാഷ് ചോദിക്കും, സ്ത്രീ ദോഷമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജ്യോത്സ്യൻ പറയും, അതല്ല, ഇത് സർപ്പദോഷമാണ്, അതിന് നിങ്ങൾ പരിഹാരം ചെയ്യണം എന്ന് പറയാണ്. എന്നോ ഒരു സർപ്പത്തിനെ ഇയാൾ കൊന്നിക്കണമെന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയും, അത് ഞാൻ കൊന്നിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളൊരു വഴിപാട് ചെയ്താൽ സർപ്പദോഷം ശരിയാകും എന്ന് പറയാണ്. പിന്നീട് ജ്യോത്സ്യൻ എല്ലാവരും പോകും. അപ്പോൾ നിധി സുധീഷിനോട് പറയും, സൂപ്പറായിട്ടുണ്ട്, ഇപ്പോഴെങ്കിലും സുഭാഷേട്ടനൊന്ന് ചിരിച്ച് കണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ നികേഷ് ചോദിക്കും, ഇപ്പോൾ സന്തോഷമായില്ലേ സുഭാഷേട്ടന്? എല്ലാവരും പല പല കാര്യങ്ങളാണ് പറയുക എന്ന്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.